നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. കുന്നംകുളം നഗരസഭയുടെ കുറുക്കൻപാറ ഗ്രീൻ പാർക്കും ഗ്രീൻ ടെക്നോളജി സെന്ററും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് സന്ദർശിച്ചു. AC മൊയ്തീൻ MLAയും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാന തലത്തിൽ മാതൃകയായ കുന്നംകുളം നഗരസഭയുടെ പുതിയ മാലിന്യ സംസ്കരണ രീതികൾ മന്ത്രി ചോദിച്ചറിഞ്ഞു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം, മാലിന്യ സംസ്കരണ യൂണിറ്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മന്ത്രിയോട് വിശദീകരിച്ചു. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, പ്രിയ സജീഷ്, കൗൺസിലർ AS സനൽ, ക്ലീൻ സിറ്റി മാനേജർ AV അജിത്, CK ലിജീഷ്, മറ്റ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചാവക്കാട് ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. പരിഹാരം കാണണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. മുതുവട്ടൂർ കോടതി പരിസരം മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെ ഗതാഗത തടസ്സം പതിവാണെന്നും ഓവുങ്ങലിൽ പ്രവർത്തിക്കുന്ന സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിലേക്കുള്ള വാഹനങ്ങളുടെ വരവ് മൂലം ഗതാഗത തടസ്സം രൂക്ഷമാകുന്നുവെന്നും ഇതിന് പരിഹാരം കാണണമെന്നും INC പ്രതിനിധി KH ഷാഹുൽ ഹമീദ് പറഞ്ഞു. ഓവുങ്ങൽ മുതൽ ആശുപത്രിപ്പടി വരെ അനധികൃത പാർക്കിംഗ് ഉള്ളതിനാൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. വിഷയത്തിൽ തഹസിൽദാറും യോഗം കൺവീനറുമായ MK കിഷോർ ചാവക്കാട് പോലീസിനും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും കത്ത് നൽകുമെന്ന് അറിയിച്ചു. മൂന്നാംകല്ല് വട്ടേക്കാട് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതായി കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് പറഞ്ഞു. ചാവക്കാട് പുതിയ പാലത്തിൽ കുഴികൾ രൂപപ്പെടുന്ന സംഭവം NH അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് NCP പ്രതിനിധി MK ഷംസുദ്ദീൻ ആവശ്യപ്പെട്ടു. പാവർട്ടി വില്ലേജ് ഓഫീസിന് മതിയായ കെട്ടിട സൗകര്യമില്ല. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുക. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്ന വിഷയത്തിൽ നടപടി സ്വീകരിക്കുക. പാവർട്ടി കുണ്ടുകടവ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു. ഓവുങ്ങലിൽ വാഹനങ്ങൾക്കു മറ്റും അപകട ഭീഷണിയായി നിൽക്കുന്ന മാവ് മുറിച്ചുമാറ്റണമെന്ന് കേരള കോൺഗ്രസ് പ്രതിനിധി തോമസ് ചിറമൽ ആവശ്യപ്പെട്ടു. തന്നെ നിർദ്ദേശങ്ങൾ പറയുവാൻ അനുവദിച്ചില്ലെന്നും മൈക്ക് തന്നില്ലെന്നും ഇതിൽ പ്രതിഷേധമുണ്ടെന്നും INL പ്രതിനിധി RP റഷീദ് മാസ്റ്റർ ആരോപിച്ചതോടെ യോഗത്തിൽ പ്രതിനിധികൾ തമ്മിൽ വാക്കുതർക്കത്തിലായി. യോഗം നിയന്ത്രിച്ച അധ്യക്ഷയും തഹസിൽദാറും ഇടപെട്ട് വിഷയം പരിഹരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാലിഹ ഷൌക്കത്ത്, റെജീന, കൊച്ചപ്പൻ വടക്കൻ, ഡെപ്യൂട്ടി തഹസിൽദാർ ദീപ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ TP ഷാഹു, CT ബാബു, വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളത്ത് കൂറ്റൻ ഫ്ലക്സ് ബോർഡിൽ നിന്നും ഫ്ലക്സ് അടർന്നു മാറി. ജനം ആശങ്കയിൽ. ത്രിവേണി ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ഫ്ലക്സാണ് അടർന്നു മാറിയത്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഫ്ലക്സ് സ്ഥാപിച്ചത്. എന്നാൽ ശക്തമായ കാറ്റിനെ തുടർന്ന് ഫ്ലക്സിന്റെ താഴത്തെ അറ്റം അടർന്നു. ശക്തമായ കാറ്റിൽ വലിയ ശബ്ദത്തോടെ ഫ്ലക്സ് ബോർഡിലെ പ്ലാസ്റ്റിക് പൈപ്പുകൾ സമീപത്തെ ബസ് സ്റ്റോപ്പിലെ യാത്രികരുടെ ദേഹത്തേക്ക് വീണു. ആർക്കും പരിക്കേറ്റില്ല. ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം ഫ്ലക്സ് ശരിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാര കേന്ദ്രങ്ങളിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടു. ഇന്നത്തെ കാറ്റില് പറന്നു പോയിട്ട് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പ് ഇത് പോകുന്ന ബസ് യാത്രക്കാരുടെ മുകളിലേക്ക് വീഴുകയും ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വണ്ടിയുടെ മുകളിലേക്ക് വീഴുകയുമാണ് ഉണ്ടായത്. അത് ഇന്നലെ പിറ്റിയതിലെന്ന അപാകതയാണെന്ന് തോന്നുന്നു. അതിൻ്റെ പൈപ്പുകൾ ഒരു PVC പൈപ്പ് പോലത്തെ പൈപ്പുകളാണ് പൊട്ടി കസ്റ്റമേഴ്സിൻ്റെ അവിടേക്ക്, കസ്റ്റമേഴ്സ് അല്ല യാത്രക്കാരുടെ മേത്തേക്ക് വീണ്ടുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഇതിനത് സ്ഥാപിച്ച അധികൃതർ വന്നിട്ട് അതൊന്ന് ശരിയായ രീതിയിൽ സ്ഥാപിച്ചാൽ വളരെ നല്ലതാണ്. കാറ്റ് വീശുമ്പോൾ അതിൻ്റെ ശബ്ദം ഭയങ്കര ശബ്ദമാണ്. ഭയങ്കരമായിട്ട് അതിന് കാറ്റ് പിടിക്കുകയാണ്. ആ ശബ്ദം ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. കടവലൂർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മിനി MCF ഉപയോഗശൂന്യമായി കിടക്കുന്നു. പല സ്ഥലങ്ങളിലും പരിസരം കാടുപിടിച്ചാണ് കിടക്കുന്നത്. ഉപയോഗിക്കാത്തതുകൊണ്ട് പൂട്ടുകൾ പോലും തുരുമ്പെടുത്ത നിലയിലാണ്. വീടുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കൾ പ്രധാന ശേഖരണ സ്ഥലത്തേക്ക് മാറ്റും വരെ ചാക്കുകളിൽ നിറച്ച് മിനി MCFിലാണ് സൂക്ഷിക്കുക. മാസം തോറും ഇവ കടവലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് സമീപമുള്ള തരംതിരിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകും. എന്നാൽ പല സ്ഥലങ്ങളിലും MCF ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. പല സ്ഥലങ്ങളിൽ MCFിന്റെ ബോർഡ് പോലും കാണാനാവാത്ത വിധം കാടുപിടിച്ച് മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. മരത്തംകോട് മേരിമാതാ പള്ളിയിലെ വിശുദ്ധന്റെ ഊട്ടുതിരുനാൾ സമാപിച്ചു. തിരുനാൾ വിശുദ്ധ കുർബാനയ്ക്ക് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആൻഡോസ് എലവത്തിങ്കൽ സഹകാർമ്മികനായി. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി.
കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ, ഊട്ടുകമ്മിറ്റി ഭാരവാഹികളായ രഞ്ജി മണ്ടുമ്പാൽ, ലോറൻസ് വടക്കൻ, ജോസ് മണ്ടുമ്പാൽ, ബൈജു തുടങ്ങിയവർ ഊട്ടുതിരുനാളിന് നേതൃത്വം നൽകി. പ്രസുദേന്തി വാഴ്ച, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, രോഗശാന്തി ശുശ്രൂഷ, സമൂഹ ഊട്ടുനേർച്ച എന്നിവയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മരത്തംകോട് മേരിമാത പള്ളിക്കു വേണ്ടി പ്രശസ്ത ഗാനരചയിതാവ് ജോൺ കല്ലംദാനി രചിച്ച വിശുദ്ധന്റെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ആദ്യ യൂട്യൂബ് ഗാനം ഇതിനകം തന്നെ ശ്രദ്ധേയമാണ്. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ചുറ്റമ്പല പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം നടത്തി. ഒരു ഭക്തനാണ് 25 ലക്ഷം രൂപയോളം ചെലവഴിച്ച് പ്രദക്ഷിണ വഴി ക്ഷേത്രത്തിന് വഴിപാടായി സമർപ്പിച്ചത്. ക്ഷേത്ര മേൽശാന്തി അനൂജ് തിവാരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഗജപൂജയ്ക്ക് ശേഷം കൊമ്പൻ ഹരിപ്പാട് അപ്പുവിന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കമിട്ടു. നിരവധി ഭക്തർ വഴിപാടായി ആനയൂട്ട് നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഔഷധക്കഞ്ഞി വിതരണവും സമൂഹ രാമായണ പാരായണവും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. കുന്നംകുളം ഫിഷ് മാർക്കറ്റ് സംയുക്ത യൂണിയൻ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടത്തി. ചൊവ്വന്നൂർ KR നാരായണൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന വാർഷിക യോഗത്തിന്റെയും കുടുംബസംഗമത്തിന്റെയും ഉദ്ഘാടനം യൂണിയൻ രക്ഷാധികാരി MN മുരളീധരൻ നിർവഹിച്ചു. ചടങ്ങിൽ യൂണിയൻ കൺവീനർ K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. BMS യൂണിയൻ പ്രസിഡന്റ് സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ MS ഷാനിഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ യൂണിയൻ സെക്രട്ടറിമാരായ സലീം, PK നൌഷാദ്, ശരത്, KC ബാബു, ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുതിർന്ന യൂണിയൻ ഭാരവാഹികളെയും യൂണിയൻ അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ഇടവക പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ട്രസ്റ്റിമാരായ സെബി താണിക്കൽ, KP പോളി, CK ഡേവിസ്, VK ബാബു, കുടുംബ കൂട്ടായ്മ കൺവീനർ ബിജു മുട്ടത്ത്, PRO ജോബ്സി ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. തമ്പുരാൻപടി സെന്ററിലേക്ക് നടന്ന റാലിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നു. ആഗസ്റ്റ് 10 ഞായറാഴ്ച രാവിലെ 10 മുതൽ ചൂണ്ടൽ ഗുരുവായൂർ റോഡിലെ ജില്ലാ എയ്ഡഡ് പ്രൈമറി ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിലാണ് ക്യാമ്പ്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9447 402600, 956276 9452 എന്നീ നമ്പറുകളിൽ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ചരമം. CPIM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ചെരപ്പറമ്പിൽ കേശവൻ നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പരേതയായ സരോജിനി ഭാര്യയും ബേബി, സമീർ, ബീന, വിൽസൺ, ഷീല, തമ്പി എന്നിവർ മക്കളുമാണ്. ചിറനെല്ലൂർ ചീരോത്ത് പരേതനായ സത്യൻ ഭാര്യ സൗദാമിനി നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ബാബു, ജയപ്രകാശ്, ശൈലജ, സീന എന്നിവർ മക്കളാണ്. എരനെല്ലൂർ ചൊവ്വലൂർ വീട്ടിൽ ജോസഫ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 5:30 എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടക്കും. ജോയ്സി ഭാര്യയും റിയ മരിയറ്റ്, റിങ്കിൾ ജോസഫ്, റിനോൾ ആൻസ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.